ഞങ്ങളുടെ ഒരു കുട്ടി മരിച്ചുപോയി. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 5 കുട്ടികളെ ഞങ്ങളുടെ കൊച്ചുമക്കളെ കിട്ടിയായിട്ടാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. എതിരെ വന്ന ആ കാറ് നിയന്ത്രണം വിട്ട് വരികയായിരുന്നു. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്കും പരിക്കേറ്റു. കുട്ടിയെ ആംബുലൻസിൽ കിടത്തി 2 നേഴ്സസ് മുട്ടുകുത്തി കുട്ടിയെ താങ്ങി നിർത്തിയാണ് ഞാൻ തിരുവല്ല ചെല്ലുമ്പം ആംബുലൻസ് അവിടെ കുട്ടിയെ കൊണ്ടിരുന്നത്, കുഞ്ഞിനെ കൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ഉച്ചവരെ ആ വെന്റിലേറ്ററിലായിരുന്നു. തലച്ചോറിനുള്ള ക്ഷതമാണ് മരണകാരണമെന്ന് അവർ സ്ഥിരീകരിച്ചു. 1:30 മകൻ എന്നെ വിളിക്കുന്നു ഫോണിൽ, ഇങ്ങനൊരു ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ഞാനും ഷെറിനും കൂടെ താല്പര്യപ്പെടുന്നു, എനിക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? നമസ്കാരം. 10 മാസം പ്രായമായ കുഞ്ഞിന്റെ ആകസ്മികമായ വേർപാട് കേരളത്തെ ആകെ നൊമ്പരത്തിലാഴ്ത്തിയെങ്കിലും 5 പേരുടെ ജീവൻ അത് ആശ്വാസമായി മാറുകയാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ്റെയും 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമാണ് കഴിഞ്ഞ ദിവസം കോട്ടയം പള്ളത്ത് വെച്ച് ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. അതിനുശേഷം കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് മാതാപിതാക്കൾ തീരുമാനമെടുക്കുകയായിരുന്നു. കുട്ടിയുടെ സംസ്കാരം നാളെ മല്ലപ്പള്ളി നെടുങ്ങാട് പള്ളി സെൻറ് തോമസ് CSI പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ മസ്തിഷ്ക മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചതോടെ അവയവം ദാനം ചെയ്യുന്നതിന് മാതാപിതാക്കൾ ചേർന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനത്തെ കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മുത്തശ്ശനായ റെജി സാമുവൽ നമ്മളോട് സംസാരിക്കുകയാണ്. കഴിഞ്ഞ 5-ാം തീയതി ഉച്ചയ്ക്ക് ഞാനും മകനും ഓഫീസിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടടുത്ത് മോനൊരു കോൾ വരുന്നു, അവൻ്റെ ഭാര്യയുടെ മരുമകളുടെ. ആ കോൾ വരുമ്പോഴാണ് ഞങ്ങൾ ഈ അപകടം അറിയുന്നത്. പള്ളത്ത് വെച്ച് അപകടം നടന്നത് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അപ്പം മോനെ ഞാൻ അവൻ്റെ കൂട്ടുകാരനെ കൂട്ടി പെട്ടെന്ന് ഞങ്ങൾ 2 പേരും നല്ല തിരക്കി നിൽക്കുന്ന സമയം ഓഫീസിൽ തന്നെ. അപ്പം അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഞാനപ്പോൾ അന്തിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയാം. അവിടെ നടന്ന സ്ഥലത്തേക്ക് മകനെയും കൂട്ടുകാരനെയും കൂടെ വിട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ മാധ്യമപ്രവർത്തകനെ വിളിച്ചു. അദ്ദേഹം ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീടിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്, ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജോസി അത്യാവശ്യമുണ്ട്, ഒന്ന് പുറത്തോട്ടിറങ്ങി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം 5 മിനിറ്റിനകം ഈ സ്ഥലത്ത് ചെന്നിട്ട് വിവരം തരികയാണ്. വിവരം തരുമ്പോൾ കുട്ടിക്ക്, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്നവരുമായിട്ട് എന്നെ ഫോണിൽ കൂടെ സംസാരിപ്പിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല, അപകടമുണ്ട്, ഒരു സ്ത്രീക്ക് മാത്രം ഇച്ചിരി പരിക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ആശ്വാസത്തിലിരിക്കുക. അപ്പം മോനും കൂട്ടുകാരനോട് ആ സ്ഥലത്ത് ഈ അപകടം നടന്ന തന്നെ ഒരു പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇവരെ വാരി എടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ബാക്കിയുള്ള വിവരങ്ങളൊന്നും നമുക്കറിയത്തില്ല. മോൻ അവിടെ ചെന്നു. മോൻ കൂട്ടുകാരനോട് കൂടി ഈ ടെമ്പോ ലോറിക്കാരനോട് കൂടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അവിടെ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വേണമല്ലോ, അവിടെ ഇല്ലാത്തതുകൊണ്ട് ചെത്തിപ്പടി ആശുപത്രി കൊണ്ടുപോയി. ചെത്തിപ്പടി ആശുപത്രിയിൽ നിന്ന് അവിടെയും അത്ര എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ തിരുവല്ലയിൽ എത്തിച്ചു തരാം, പീഡിയാട്രിക് ICU ഉള്ള തിരുവല്ലയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് നല്ലൊരു ക്രമീകരണത്തിൽ എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കുട്ടിയെ ആംബുലൻസിൽ കിടത്തി 2 നേഴ്സസ് മുട്ടുകുത്തി കുട്ടിയെ താങ്ങി നിർത്തിയാണ് ഞാൻ തിരുവല്ല ചെല്ലുമ്പം ആംബുലൻസ് അവിടെ കുട്ടിയെ കൊണ്ടിരുന്നത്, കുഞ്ഞിനെ കൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് വെന്റിലേറ്ററിലാക്കി. പിറ്റേ ദിവസം ഉച്ചവരെ ആ വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് അവർ രക്ഷയില്ല, എന്ത് ഞങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിലോട്ട് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ അമൃതയിലേക്ക് കൊണ്ടുപോകാം. അമൃതയിൽ അവർ അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഞങ്ങൾ അവിടെ ബന്ധപ്പെട്ടപ്പോൾ അവർ അവിടുന്ന് ഡോക്ടേഴ്സും എൻ്റെ സംവിധാനങ്ങളെല്ലാമായി ICU ആംബുലൻസിൽ തിരുവല്ലയിൽ വന്ന്
അവിടുന്ന് കുട്ടി അവർ തന്നെ കൊണ്ടുപോകായിരുന്നു. എൻ്റെ കുഞ്ഞാലിനെ അവർ തന്നെ കൊണ്ടുപോകായിരുന്നു. അവിടെയും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. പക്ഷേ അത് ഒരു തരത്തിലും അത് പരിഹരിക്കാൻ പറ്റാത്ത പരിക്കുകളാണ് കുഞ്ഞിന് ഉള്ളിലേറ്റത്, ആലിന് ഉള്ളിലേറ്റത്. അത് കണ്ടുപിടിച്ചു, പരമാവധി വരെ നോക്കി. തലച്ചോറിനുള്ള ക്ഷതമാണ് മരണകാരണമെന്ന് അവർ സ്ഥിരീകരിച്ചു. അത് പരിഹരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാ പരിശോധനയും സർജറിയും ഒക്കെ നടത്തി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ 7-ാം ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞത് ബ്രെയിൻ ഡെത്ത് ആയോന്ന് ഞങ്ങൾക്ക് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ പരിശോധന തന്നെ അത് നെഗറ്റീവായിട്ടാണ് കണ്ടത്. പിന്നെ അത് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ സ്ഥിരീകരിക്കാൻ പാടില്ല. അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പിറ്റേ 9 മണിക്കൂർ കഴിഞ്ഞ് ഒരു പരിശോധന നടത്തിയപ്പോഴാണ് കൺഫേം ചെയ്ത് ഇപ്പം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അവിടെ 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം രക്ഷയില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച സമയത്ത് ഞാനിങ്ങ് തിരിച്ചു പോരുന്നു. ഇനി അവിടെ അധികം ആളിൻ്റെ ആവശ്യമില്ല, തിരിച്ചു പോന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോൾ മകൻ എന്നെ വിളിക്കുന്നു ഫോണിൽ. ഇങ്ങനൊരു ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ഞാനും ഷെറിനും കൂടെ താല്പര്യപ്പെടുന്നു, എനിക്കെന്തെങ്കിലും എതിർപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ആയിക്കോട്ടെ എന്ന് ഒരു ആലോചനയില്ലാതെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഈ കാര്യങ്ങളെല്ലാം, നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം നടന്നത്. ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടലാണ് ഇതിന് കൂടുതൽ കാര്യങ്ങൾ നടത്തിയെന്നാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. ഏതായാലും ഞങ്ങൾക്കിപ്പം ദുഃഖമുണ്ട്, പക്ഷേ അതിലേറെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി മരിച്ചുപോയി, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 5 കുട്ടികളെ ഞങ്ങളുടെ കൊച്ചുമക്കളെ കുട്ടിയായിട്ടാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. എൻ്റെ മരുമകളുടെ അപ്പനും അമ്മയും എൻ്റെ കൊച്ചുമോളും കൂടാണ് ഈ വണ്ടിയിലുണ്ടായിരുന്നത്. അവർ കോട്ടയത്തൊരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരുവല്ലയ്ക്ക് വരികയായിരുന്നു. തിരുവല്ലയിലേക്ക് വരുന്നതിനിടയിൽ ചിങ്ങവനം പള്ളം ബോർമക്കവല വെച്ച് എതിരെ വന്ന കാറ് നിയന്ത്രണം വിട്ട് വരികയായിരുന്നു. മുന്നിലുണ്ടായിരുന്ന വണ്ടിക്കാരൻ പറഞ്ഞു, അയാൾ നിർത്തി കണ്ടു. ഇവർ നിയന്ത്രണം വിട്ട് വന്ന് അയാളെ ഇടിക്കാൻ നോക്കിയപ്പോൾ അയാൾ വെട്ടിച്ച് മാറ്റി. ഈ പുറകെ വരുന്ന വണ്ടിക്ക് ഇടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അയാൾ നിർത്തി. അയാളാണ് ആശുപത്രി കൊണ്ടുപോയ തിരുവല്ലക്കാരനാണ് പിക്കപ്പ് വണ്ടിക്കാരൻ. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്കും പരിക്കേറ്റു. 4 പേർക്കും. മോളുടെ പരിക്ക് അന്നേരം തന്നെ അൺകോൺഷ്യസായി. മോളുടെ കുഞ്ഞ് അൺകോൺഷ്യസായി. എൻ്റെ കൊച്ചുമോൾ അൺകോൺഷ്യസായി. മോൾക്ക് ചെറിയ പരിക്കുണ്ട്, നെഞ്ചിന് പരിക്കേറ്റ് നല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. മോളുടെ ഫാദറാണ് വണ്ടി ഓടിച്ചിരുന്നത്. അത് എയർ ബാഗ് ഉണ്ടായിരുന്നുകൊണ്ട് ഈ പെഡലിക്ക് ഒരു ചെറിയ പൊട്ടലും റിപ്സിന് ചെറിയ പൊട്ടലും ഉള്ളത്. പിന്നെ നട്ടലിന് ചെറിയ പരിക്കുള്ളത് പരിഹരിക്കാനുള്ളേ ഉള്ളൂ. പക്ഷേ മരുമകളുടെ അമ്മ, ഷെറിൻ്റെ അമ്മയ്ക്ക് ദേഹമാസകലം പരിക്കാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒടിവുകളും ചതവുകളുമാണ്. ഡെസി ടീച്ചറാണ് പുള്ളി, റിട്ടയർഡ് ടീച്ചറാണ്. പുള്ളിക്കാരൻ്റെ മടിയിലായിരുന്നു കുഞ്ഞ്. പുള്ളിക്കാരി ഇതുവരെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അറിയിക്കാൻ പാടില്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഒരു 3 മാസമെങ്കിലും ഒരേ കിടപ്പ് കിടന്നെങ്കിൽ എന്തെങ്കിലും വിവരം നമുക്ക് അങ്ങോട്ട് പറയാൻ തന്നെ പറ്റുള്ളൂ. അത്രയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ. നാളെ രാവിലെ 6 മണിക്ക് അവിടുന്ന് കുഞ്ഞിനെ എടുത്ത് ആലിനെ എടുത്ത് അവിടെ പുകർസിന് വയ്ക്കും. ആ ഇടവക്കാരിയാണ് കുഞ്ഞിൻ്റെ അമ്മ. അതുകൊണ്ട് അവരുടെ പള്ളിയിലെ ആൾക്കാർക്ക് കാണേണ്ടതും താല്പര്യമുള്ളവർക്ക് അതിനൊരു അവസരം കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുള്ളതുകൊണ്ട് അവിടെ 1 മണിക്കൂർ അല്ലെ 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ ഇടയിൽ വെക്കും. അവിടെ നിന്ന് 7 മണിയാകുമ്പം ഈ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരും. ഇവിടുന്ന് 2:30 ഭവനത്തിലെ ശുശ്രൂഷ, നമ്മുടെ ആചാരപ്രകാരമുള്ള ശുശ്രൂഷ 2:30 ആരംഭിക്കും. അത് കഴിഞ്ഞ് പള്ളിയിൽ കുറച്ചുകൂടെ സൗകര്യപ്രദമായി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അത് ആ
ആളിൻ്റെ വരവനുസരിച്ച് എന്തായാലും നമ്മൾ 3:30 പള്ളിയിലെ സർവീസ് ആരംഭിക്കണമെന്നാണ് ഇടവക വികാരി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം 3:30 തുടങ്ങി 4-4:30 എല്ലാ ചടങ്ങുകളും അവസാനിപ്പിക്കാനാണ്. ഞങ്ങളിപ്പം താമസിക്കുന്ന മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ലയുടെ ഭാഗമാണ്. ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലെ നെടുങ്ങാടപ്പള്ളി CSI പള്ളിയാണ്, സെൻറ് തോമസ് CSI പള്ളി. അപകടത്തിൽ പെട്ട വണ്ടി കുറച്ച് ദിവസം അവിടെ കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ വണ്ടിയോ അവരുടെ വണ്ടിയോ എടുക്കാൻ ഉള്ള സാവകാശം ഇല്ലായിരുന്നു. പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടു. അപകടത്തിലുള്ള വണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വണ്ടി ടോട്ടൽ ലോസാണ്. മറ്റേ വണ്ടിക്ക് പരിക്കുണ്ട്. അത് ടോട്ടൽ ലോസ് ആണോ എന്നറിയില്ല. എന്തായാലും അവരത് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അശ്രദ്ധമായ ഡ്രൈവിങ്ങിനായിരിക്കും അവർ പക്ഷേ കേസ് എടുത്തിട്ടുള്ളത്. അത് നമുക്കറിയത്തില്ല. എന്തായാലും ബാക്കി നടപടികൾ പോലീസിൻ്റെ അവർ നമുക്കെന്തായാലും കേസ് ഉണ്ട്. ഇതിന് പ്രതിഫലമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയണം, അത്രമാത്രമാണ്.